യോഗിയുടെ പ്ലാനൊക്കെ അപ്പാടെ നിലം പൊത്തുകയാണ്. 6 മാസത്തേക്ക് യാതൊരു സമരങ്ങളും പണിമുടക്കുകളും ഒന്നും പാടില്ല എന്ന് പറഞ്ഞ യോഗി നാവകത്തേക്കിട്ടില്ല. അതിനു മുന്നേ തന്നെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് യോഗി സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇതോടെ തെറ്റ് സമ്മതിച്ച് യോഗി ജനങ്ങളോട് മാപ്പും പറഞ്ഞു. അതായത് പരീക്ഷാ പേപ്പർ ചോർച്ച, UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് റദ്ദാക്കുകയാണ്. 48 ലക്ഷം പേർ അപേക്ഷിച്ച കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പരീക്ഷ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ വിൽക്കുകയാണ് ഉണ്ടായത്. 50,000 മുതൽ 2 ലക്ഷം വരെയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പറിനായി വാങ്ങിയതും. എന്നാൽ ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് യോഗി സർക്കാർ അറിഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാപ്പു പറയേണ്ടിയും വന്നു. പക്ഷേ ഇവിടെ യോഗിക്കിട്ട് പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, കർഷക സമരത്തെ മുൻനിർത്തിക്കൊണ്ട് തന്റെ സംസ്ഥാനത്ത് ഇനി ആരും 6 മാസത്തേക്ക് പ്രതിഷേധത്തിന്റെ ഒരു സ്വരം ഉയർത്തരുത്, അങ്ങനെ പാടില്ല എന്ന് ഞെട്ടിക്കുന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് മാപ്പു പറച്ചിലെന്ന് ഓർക്കണം. ഈ 6 മാസം സമരങ്ങളൊന്നും പാടില്ല എന്ന് യോഗി കട്ടായം പറയാൻ കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ വാ തുറക്കുകയോ വിരലനക്കുകയോ ചെയ്യരുത് എന്നാണ്. 3-ാം ഊഴത്തിൽ മോദി അധികാര കസേരയിൽ വാഴ്ത്തണമെങ്കിൽ UP കരിയണം. പക്ഷേ അവിടങ്ങളിൽ തന്നെ പ്രശ്നവും പ്രതിഷേധവും ഉയർന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്നാൽ കാര്യങ്ങളൊന്നും യോഗി വിചാരിച്ചതുപോലെ നടന്നില്ല. 2024 UP പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷ എഴുതിയ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച ലക്നൌവിലെ ഇക്കോ ഗാർഡനിൽ ഒത്തുകൂടുകയാണ് ഉണ്ടായത്. പുനഃപരീക്ഷ ആവശ്യപ്പെട്ട് വൻ പ്രതിഷേധം തന്നെ അവർ നടത്തിയതോടെ എല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയായി യോഗിക്ക്. ഇവിടെ യോഗി മാപ്പു പറയുക മാത്രമല്ല ചെയ്തത്. പ്രതിഷേധിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ പറഞ്ഞ പോലെ പിഴയിടാക്കാനോ തുറങ്കിലടക്കാനോ ഒന്നും നിന്നില്ല. പകരം 6 മാസത്തിനുള്ളിൽ പുനഃപരീക്ഷ നടത്തുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വാഗ്ദാനം നൽകുകയാണ് ചെയ്തത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയവർക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ യോഗിയുടെ BJPയുടെ വമ്പൻ പരാജയമാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്ന വീമ്പു പറച്ചിലുകളൊക്കെ വെറുതെയായി എന്ന് ചുരുക്കം.